ഹലോ മക്കളെ, ഇത് 1 മിനിറ്റിനോട് 4 മാർക്ക് എന്റെ മക്കൾ നൽകാൻ വേണ്ടി പോവാണ്. ഹ്യൂമനിസം സ്കോളാസിസം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എന്റെ മക്കൾ ചോദിക്കും. കൃത്യമായിട്ട് ചോദ്യം ഇതാ 4 മാർക്ക് ചോദ്യമായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. കൃത്യമായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാ മക്കളെ. ഈ ചാപ്റ്റർ മൊത്തം പഠിക്കാനുള്ളതാണ്. ആദ്യ കാലഘട്ടത്തെയാണ് സ്കോളാസിസം എന്ന് വിളിക്കുക. അതിനെന്ത് ചെയ്തു, റിനൈസൻസ് വന്നിട്ടാണ് ഹ്യൂമനിസം ഉണ്ടായത്. എന്തൊക്കെ ചേഞ്ച് ആണ് അപ്പോൾ വന്നത് എന്റെ മക്കൾ ചോദിക്കും. കൃത്യമായിട്ട് പട്ടിക പഠിച്ചു പോവാ. സ്കോളാസിസം എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾ മനസ്സിലാക്കുക ബേസ്ഡ് ഓൺ ക്രിസ്ത്യൻ തിയോളജി അഥവാ ക്രൈസ്തവ മതചിന്ത അടിസ്ഥാനമാക്കിയാണ്. ബട്ട് അവിടേക്ക് നോക്കി ഇവിടേക്ക് മാനവീയത എത്തുമ്പോൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക? ആ പോയിന്റ് കൃത്യമായിട്ട് പഠിക്കുക. റാഷണലിസം മാത്രമല്ല ഇറ്റ് പ്രയോറിറ്റീസ് ഡിവൈൻ ആൻഡ് ആഫ്റ്റർ ലൈഫ്. അഥവാ സ്കോളാസിസത്തിൽ ഡിവൈനും ആഫ്റ്റർ ലൈഫിനും പരലോക ജീവിതത്തിനും ദൈവത്തിനാണ് ഊന്നൽ നൽകുന്നത്. പക്ഷേ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇമ്പോർട്ടൻസ് ഹ്യൂമൻ മനുഷ്യന്മാർക്ക് പ്രാധാന്യം നൽകി. അതേപോലെ വേൾഡ് ഡെയിലി ലൈഫ് അഥവാ ഈ ലോകത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മാത്രമല്ല മാനവികത ആയപ്പോൾ എന്തിനാ ഇമ്പോർട്ടൻസ് വന്നത്? മനുഷ്യന്മാരുടെ യുണീക്നെസ്സിനെ, ഇമോഷൻസിനെ, കാപ്പബിലിറ്റി, എക്സ്പ്രഷനെ, കമ്മ്യൂണിക്കേഷൻസിനെ, സ്കിൽസിനൊക്കെ എന്ത് ചെയ്തു, ഇമ്പോർട്ടൻസ് കൊടുത്തു. മനുഷ്യന്റെ അന്തർലീനമായ വികാരങ്ങള്, ശേഷികള്, എഴുത്തുകള്, അതേപോലെ സംഭാഷണം എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്തു. മക്കൾ ഇത് പഠിച്ചു വെക്കാം. നാളെ ഇന്ന് 7 നമുക്ക് ലൈവ് ഉണ്ട്. എല്ലാ മക്കളും കൃത്യമായിട്ട് വാ. നമുക്ക് സെറ്റാക്കാൻ ടൈമില്ല, എനിക്ക് പ്രശ്നമുണ്ട്. പോയി ബൈ 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 ബൈ.